നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ഭാഗമായുള്ള വോട്ടെണ്ണൽ ഒരുക്കങ്ങൾ കാസർഗോഡ് ജില്ലയിൽ പൂർത്തിയായി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡിയും നേരിട്ടെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ നിയോജക മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കേന്ദ്രം വിദ്യാനഗറിലെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജും കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കേന്ദ്രം കാഞ്ഞങ്ങാട്ടെ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളുമാണ്. ഈ രണ്ട് കേന്ദ്രങ്ങളിലുമെത്തിയാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS, ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡിയും ഒരുക്കങ്ങളും സുരക്ഷയും വിലയിരുത്തിയത്. മെയ് 4 രാവിലെ 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. 540 ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിൽ വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. ഇതിൽ ROമാർ, അഡീഷണൽ AROമാർ, സൂക്ഷ്മ നിരീക്ഷകർ, കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ, കൗണ്ടിംഗ് അസിസ്റ്റന്റുമാർ എന്നിവർ ഉൾപ്പെടുന്നു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ EVMലെ വോട്ടുകൾ എണ്ണുന്നതിനായി 14 കൗണ്ടിംഗ് മേശകൾ വീതമാണുള്ളത്. ഒരു റൗണ്ടിൽ പരമാവധി 14 ബൂത്തുകളിലെ വോട്ടുകളായിരിക്കും എണ്ണുക. ആദ്യം എണ്ണിത്തുടങ്ങുക പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും. 500-ൽ താഴെ ബാലറ്റുകൾക്ക് ഒരു മേശ എന്ന ക്രമത്തിൽ പ്രത്യേക കൗണ്ടിംഗ് ടേബിളുകളും ഇവയിലേക്കായി AROമാരെയും നിയോഗിച്ചു. കൃത്യത ഉറപ്പുവരുത്തുന്നതിനായി ഓരോ മണ്ഡലത്തിലെയും 5 ബൂത്തുകളിലെ VVPAT സ്ലിപ്പുകൾ നിർബന്ധമായും എണ്ണും. സ്ഥാനാർത്ഥികളുടെയോ അവരുടെ അംഗീകൃത പ്രതിനിധികളുടെയോ സാന്നിധ്യത്തിൽ ECI ഒബ്സർവറുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും സാക്ഷ്യപത്രത്തോടെ വീഡിയോ റെക്കോർഡിംഗോട് കൂടിയായിരിക്കും പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകൾ തുറക്കുക. വോട്ടെണ്ണൽ വേളയിൽ കൺട്രോൾ യൂണിറ്റിനൊപ്പം ഫോം 17C കൂടി മേശപ്പുറത്ത് വയ്ക്കും. രാഷ്ട്രീയ പാർട്ടികളും ഏജന്റുമാരും വോട്ടെണ്ണൽ നിശ്ചയിച്ചിട്ടുള്ള സമയത്തിന് 1 മണിക്കൂർ മുമ്പെങ്കിലും നിയമന ഉത്തരവിൻ്റെ പകർപ്പ് റിട്ടേണിംഗ് ഓഫീസർക്ക് സമർപ്പിക്കണം. വോട്ടെണ്ണൽ ഹാളിൽ സ്ഥാനാർത്ഥികളും ഏജന്റുമാരും ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് വ്യക്തമായി പ്രദർശിപ്പിക്കുകയും വേണം. വോട്ടെണ്ണൽ ഹാളിനുള്ളിൽ ECI ഒബ്സർവർക്കും OTP സ്വീകരിക്കുന്നതിനായി റിട്ടേണിംഗ് ഓഫീസർക്കും മാത്രമേ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. മറ്റുള്ളവർ ഫോണുകൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് പുറത്തെ ഡെപ്പോസിറ്റ് യൂണിറ്റുകളിൽ നിക്ഷേപിക്കണം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഇൻഡെക്സ് കാർഡുകൾ 48 മണിക്കൂറിനുള്ളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ് വിഷൻ.